ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കോക്കനട്ട് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കണം. കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതൊരു പാനിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറായി കഴിഞ്ഞു. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് 1 ഗ്ലാസ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇത്രയും വെച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ അരിച്ചു വെച്ച മൈദ മിക്സ് ഇതിനകത്തോട്ട് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലുകൂടെ ചേർത്ത് ഇളക്കുക. ബാക്കി മൈദ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് മാവ് മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തണുത്ത ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൻ്റെ മേലിലോട്ട് വിതറി കൊടുക്കാം. അപ്പോൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കേക്ക് തയ്യാറാക്കി നോക്കണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.